അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദല്ലേ, ഒരു സംശയം. ഇപ്പോൾ യാത്രക്കാരുടെ നിസ്കാരം, ഇപ്പോൾ നമ്മളിപ്പോൾ യാത്ര പോവുകയാണെങ്കിൽ ജമ്മും കസറാക്കി നിസ്കരിക്കാൻ പറ്റുന്ന ഇതുണ്ടല്ലോ, 132 കിലോമീറ്ററിന് മേലെയാണെങ്കിൽ. പക്ഷെ സാധാരണ നമ്മൾ ചെയ്യലെന്താ വെച്ചാൽ, നമ്മൾ പുറപ്പെടുന്ന സ്ഥലത്ത് നിന്ന് വഴിയിൽ വെച്ചിട്ട് നിസ്കരിക്കാനല്ലേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ റൂമിൽ നിന്നോ ഒന്നിറങ്ങുക അവിടെ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോന്നിട്ടുള്ളത്. അപ്പോൾ ഒരാളിപ്പോൾ അങ്ങനെ അറിയാതെ ഇപ്പോൾ ളുഹറിൻ്റെ സമയത്ത് ഇറങ്ങുകയാണ്, വാങ്ങി കൊടുത്തപ്പോൾ ളുഹർ വേഗം നിസ്കരിച്ച് യാത്ര പുറപ്പെടാൻ വേണ്ടി ഇറങ്ങി. പിന്നെയാണ് അയാൾക്ക് തോന്നിയത്, ഞാൻ അസർ ഇത്രയും ദൂരം ഉണ്ടല്ലോ, അപ്പോൾ അസർ കൂടെ ജമ്മാക്കി നിസ്കരിക്കായിരുന്നു, അത് മറന്നല്ലോ, ഇപ്പം എന്താ ചെയ്യുക, യാത്രയിലാണെങ്കിൽ പുറപ്പെട്ടതിൻ്റെ ശേഷമാണെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു അല്ലേ. അപ്പോൾ ഇപ്പം അങ്ങനെ ഒരു മസാല കേട്ടു, അതുള്ളതാണോ ഇല്ലയെന്ന് അറിയാം, അതാണ് എൻ്റെ സംശയം. ഇപ്പം നമ്മൾ ഈ ഫർദ് നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും മടക്കി നിസ്കരിക്കൽ സുന്നത്തുണ്ടല്ലോ, അതുപോലെ ഇപ്പം നമ്മൾ ളുഹറിൻ്റെ സമയത്താണ് പോകുന്നത്, ളുഹർ നിസ്കരിച്ച് പോയി ഓർമ്മയില്ലാതെ, എങ്കിൽ നമ്മൾ വീണ്ടും ആ ഒരു ളുഹറിനെ മടക്കി നിസ്കരിച്ചിട്ട് അതിലേക്ക് അസറിനെ മുന്തിച്ച് ജമ്മാക്കാൻ പറ്റും എന്നുള്ളൊരിത്, അതിൽ വല്ല വസ്തുതയുണ്ടോ, അത് ശരിയാണോ കേട്ടത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ വലിയ ഉപകാരമാണ്, എല്ലാവർക്കും പറ്റുന്ന ഒരു ഇതാണല്ലോ ഇത്. അപ്പോൾ അതുമായിരുന്നു. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അതെങ്ങനെയാന്നുള്ളത് ഉസ്താദ് ഇൻഷാ അല്ലാഹ് അതൊന്ന് വിശദീകരിക്കണം. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ജംഅ് കസ്ർ എന്ന് പറയുന്നത് മഹാവലിയൊരു ആനുകൂല്യം തന്നെയാണത്. അപ്പോൾ ഈ ജംഉം കസ്റും യാത്രക്കാർക്ക് അനുവദിക്കും പറ്റും എന്ന് പറയുമ്പം അതിന് ഒരുപാട് നിബന്ധനകളുണ്ട്. അപ്പം ആ നിബന്ധനകൾ മേളിച്ചുകൊണ്ടായിരിക്കണം ഈ ജംഉം കസ്റും. യാത്ര എങ്ങനെയുള്ളതായിരിക്കണം, അതിൻ്റെ കിലോമീറ്റർ, അതുപോലെ തന്നെ ആ യാത്ര തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അവസാനിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഒരു നാട്ടിലെത്തിയാൽ എത്ര ദിവസം താമസിക്കും, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് നിബന്ധനകളുണ്ട്. അപ്പം ആ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ജംഉം കസ്റൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതിപ്രധാനമായ ഒരു നിബന്ധന തന്നെയാണ് നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്നാണ് നമ്മൾ യാത്ര പോകുന്നതെങ്കിൽ, ഇനി അതല്ല ഓഫീസിൽ നിന്നാണ് യാത്ര പുറപ്പെടുന്നതെങ്കിൽ, ഇനി അതല്ല ജോലി സ്ഥലത്ത് നിന്ന് നമ്മൾ നാട്ടിലേക്ക് പോരാണ്, ഇപ്പോൾ ജോലി സ്ഥലത്ത് നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ എവിടെ നിന്നായാലും യാത്ര തുടങ്ങുമ്പോൾ ആ തുടങ്ങലോടുകൂടെ അവിടെ നിന്ന് തന്നെ ഈ പറയുന്ന ജംഉം കസ്റാക്കി നിസ്കരിക്കാനൊന്നും പറ്റില്ല. നേരെ മറിച്ച് യാത്രയൊന്ന് പുറപ്പെട്ട് അവൻ്റെ മഹല്ല് പരിധി ഒന്ന് വിട്ടതിൻ്റെ ശേഷം പിന്നെ എന്താകാൻ പറ്റും, അവനക്ക് ഈ പറയുന്ന ആക്കാൻ പറ്റും, അതിൽ കസ്റാക്കാൻ പറ്റും, ഒക്കെ പറ്റും. അപ്പോൾ ഇവിടെ ചോദിക്കും പോലെ തന്നെ ളുഹർ നിസ്കാരം ആ ഒരു സമയത്താണ് യാത്ര പുറപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോഴൊക്കെ നമ്മൾ നിസ്കരിച്ചു, അങ്ങ് അറിയാതെ നിസ്കരിച്ച് അങ്ങോട്ട് പോകും. ളുഹർ നിസ്കരിച്ചു, അസറിനെ ഈ പറയുന്ന ളുഹറിലേക്ക് മുന്തിച്ച് ജമ്മാക്കിയതുമില്ല. അപ്പം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇനി അസറിൻ്റെ സമയത്ത് വേറെ നിസ്കരിക്കണം, അസർ വേറെ നിസ്കരിക്കണം അതിൻ്റെ സമയത്ത് തന്നെ, സാധാരണ നിസ്കരിക്കും പോലെ തന്നെ. അതല്ലാതെ ഇനി അതിനൊന്നും ചെയ്യാൻ കഴിയൂല. നേരെ മറിച്ച് അപ്പോൾ ഇനി അവിടെ ഒരു കൊള്ളിക്കുന്ന മസാല കൊണ്ടുവരുന്നത്, അതായത് എല്ലാ ഫർദ് നിസ്കാരവും ഒരൊട്ടം നിസ്കരിച്ചാൽ രണ്ടാമത്തെ പ്രാവശ്യം മടക്കി നിസ്കരിക്കാവുന്ന സുന്നത്തുണ്ടല്ലോ, പ്രത്യേകിച്ച് ജമാഅത്ത് കിട്ടുമെങ്കിൽ. അപ്പം ആയതുകൊണ്ട് തന്നെ ഒരൊട്ടം ഫർദ് നിസ്കരിച്ച തന്നെയാണ്, എന്നാൽ അതേ ഫർദിനെ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. അപ്പം പിന്നെ ഈ ഒരു ളുഹർ നമ്മൾ നാട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചെങ്കിലും എന്ത് ചെയ്യുക, എന്നിട്ട് യാത്ര തുടർന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മഹല്ലൊക്കെ വിട്ടിട്ട് വീണ്ടും ളുഹർ നിസ്കരിക്കുക. അപ്പോൾ പിന്നെ ആ ളുഹർ മടക്കിയതാണ്. അപ്പോൾ പിന്നെ ആ ളുഹറിലേക്ക് അസർ കൊണ്ടുവന്നൂടെ എന്നുള്ളത്. ഇങ്ങനെയൊക്കെ അഭിപ്രായപ്പെട്ടവരുണ്ടെങ്കിലും ആ അഭിപ്രായമൊന്നും ശരിയല്ല, അത് ശരിയാകൂല. അങ്ങനെ നമുക്ക് അങ്ങനെ മടക്കി നിസ്കരിക്കുന്ന നിസ്കാരത്തിലേക്ക് ജംആക്കി കൊണ്ടുവരാൻ പറ്റൂല എന്ന് ഖാത്തിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈതമി തങ്ങളോട് ഇതേ ചോദ്യം ഇതേ രൂപത്തിൽ വന്നിട്ടുണ്ട്. മഹാനവറുകൾ അത് പറ്റൂല, അതിൻ്റെ കാരണങ്ങളൊക്കെ നിരത്തി സഹിതം വ്യക്തമായി കൊണ്ട് അവിടുത്തെ ഫത്താവുൽ കുബ്രയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ ഫത്താവുൽ കുബ്രയുടെ 1-ാം വള്ളിയും തന്നെ അതിൻ്റെ യാത്രക്കാരുടെ നിസ്കാരത്തിൻ്റെ ബാബെടുത്ത് നോക്കിയാൽ കാണും, സലാത്തുൽ മുസാഫിറിലെ ഇതിൻ്റെ ഈ 1-ാം വള്ളിത്തിൻ്റെ 326-ാമത്തെ പേജിലുണ്ട്. അതേ രൂപത്തിൽ ചോദ്യം തന്നെ. അൻ മുസാഫിരിൻ, ഒരു യാത്രക്കാരനെ പറ്റി ചോദിക്കട്ടെ.
സ്വല്ലല്ലുഹുറ ഫീ വഖ്തിഹാ സുമ്മ അആദഹാ ജമാഅത്തൻ. ഒരാൾ എന്ത് ചെയ്തു? ലുഹറിന്റെ സമയത്ത് ലുഹർ നിസ്കരിച്ചു, പിന്നീട് ആ ലുഹർ നിസ്കാരത്തിനെ മടക്കുകയാണ്, ജമാഅത്തായിട്ട് പിന്നെ മടക്കുകയാണ്. അങ്ങനെ സുന്നത്തുണ്ടല്ലോ അടിസ്ഥാനത്തിൽ. അങ്ങനെയാകുമ്പോൾ ഫഹല്ലഹു ജംഉൽ അസ്രി തഖ്ദീമാ. അപ്പൊ അതിലേക്ക് ഈ അസറിനെ മുന്തിച്ച് ജമ്മാക്കാൻ പറ്റുമോ? ആദ്യം മുന്തിച്ച് ജമ്മാക്കിയിട്ടില്ല, അതുകൊണ്ടാണല്ലോ പിന്നെ ഇത് രണ്ടാമത് ഇങ്ങനെ ജമ്മാക്കുന്നത്. അപ്പൊ പിന്നെ ആ അസറിനെ പിന്നെ ഇങ്ങനെ മുന്തിച്ച് ജമ്മാക്കാൻ പറ്റുമോ? ഫഅജാബ, മഹാനവറുകൾ കൊടുത്ത മറുപടി ഖളിയത്തു കലാമിഹിം അന്നഹു ലൈസ ലഹു ദാലിക. പണ്ഡിതന്മാരുടെ ഇടപെടലിനൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്, അവരുടെ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്, അവരുടെ സംസാരത്തിൽ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്നതൊക്കെ അന്നഹു ലൈസ ലഹു ദാലിക, അതൊരിക്കലും നടക്കൂല, ശരിയാകൂല. എന്തുകൊണ്ട്? റീസൺ എന്താ? ഇതിൽ ഫർളു ഹുവൽ ഊല. ഒന്നാമത് നിസ്കരിച്ച ളുഹർ തന്നെയാണ് ഫർള്, അത് ഫർളാണ്. അപ്പൊ രണ്ടാമത് മടക്കി നിസ്കരിക്കുന്ന ളുഹറോ ഫൽ മുആദത്തു ഫാദിലത്തുൻ, അതൊരു ശ്രേഷ്ഠത എന്നുള്ളതൊക്കെ വെക്കാനല്ലേ പറ്റുള്ളൂ, അതല്ല ഫർള് എന്നുള്ള അടിസ്ഥാനത്തിലല്ലല്ലോ. കാരണം ഒന്നാമത്തോടെ ഫർള് വീടിയിട്ടുണ്ട്, രണ്ടാമതായിട്ട് മടക്കി നിസ്കരിക്കാൻ ഈ പറയുന്ന പുണ്യമുണ്ട്, കൂലിയുണ്ട്, അതുപോലെ തന്നെ സുന്നത്തുണ്ട്, ഒക്കെ ആവട്ടെ. അല്ല, ഒന്നാമത്തെ നിസ്കാരമാണ് മർമ്മം, ആ നിസ്കാരമാണ് ഫർള്. അപ്പൊ അതിലേക്ക് തന്നെ എന്താവണം? മുന്തിച്ച് ജമ്മാക്കേണ്ടിയിരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ പറ്റൂല എന്ന് വ്യക്തമായിക്കൊണ്ടും ഖണ്ഡിതമായിക്കൊണ്ടും മഹാനായ ഖാത്തിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഫത്വ കൊടുത്തിട്ടുണ്ട്. ഈ ഫത്വ തന്നെയാണ് ഏറെക്കുറെ പണ്ഡിതന്മാരും ഏറ്റുപിടിച്ചതും പറഞ്ഞതൊക്കെ. അപ്പൊ പിന്നെ വിയോജിപ്പുകൾ ചോദിച്ചാൽ പറയാം, വിയോജിപ്പുകൾ പലതും ഉണ്ടാകും. അങ്ങനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പല വിഷയത്തിലും അങ്ങനെ വിയോജിപ്പൊക്കെ, ഇങ്ങനെ ഒരു വിയോജിപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് ബാലവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബിഗയിൽ ആ വിയോജിപ്പ് കൊണ്ടുവരുന്നുണ്ട്, അങ്ങനത്തെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട്. ആ അഭിപ്രായത്തിന് വിയോജിപ്പ് ഉണ്ട് കേട്ടോ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ എന്നുള്ള ഉണർത്തുന്നുണ്ട്. ബിഗയുടെ 1-ാം വാള്യത്തിന്റെ 642-ാമത്തെ പേജ് എടുത്ത് കാണും, ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്, അങ്ങനെ ഉണ്ട് എന്നുള്ളത്. ആ അഭിപ്രായം പറഞ്ഞതാരാണ്? അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് അൽ മഖ്റമി എന്നിവർ ഈ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെ തന്നെ പറഞ്ഞു വഖാലഫു ഇബ്നു ഹജർ, മഹാനായ ഖാത്തിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഇതിനെതിരാട്ടോ മഹാനവർ തറപ്പിച്ച് പറഞ്ഞതും പറ്റൂല എന്നാണ്. അപ്പൊ ആകത്തുക പറയുകയാണെങ്കിൽ ഈ പറയുന്ന ളുഹർ നിസ്കാരം, ആ ഒരു ളുഹർ നിസ്കാരത്തെ നമ്മൾ നിസ്കരിച്ചു, അതിലേക്ക് ഈ പറയുന്ന അസറിനെ ജമ്മാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, മുന്തിച്ച് ജമ്മാക്കിയിട്ടില്ലെങ്കിൽ ഇനി അവിടെ ഓപ്ഷൻ ഇല്ല. ഇനി അസറിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കേണ്ടി വരും. അല്ലാതെ ഈ പറയുന്ന ളുഹറിനെ മടക്കി എന്നിട്ട് വീണ്ടും അതിലേക്ക് അസറിനെ കൊണ്ടുവരുന്നു, ഇതൊക്കെ അഭിപ്രായമായിട്ട് തള്ളും, അത് ശരിയായിട്ടില്ല എന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങളൊക്കെ ഫത്വയും കൊടുത്തിട്ടുണ്ട് കേട്ടോ.